അമേരിക്കയിലെ ഒരു ജനപ്രതിനിധിക്ക് ഇന്ത്യയിലെ ചില NGO-കളോടും സന്നദ്ധ സംഘടനകളോടും പെട്ടെന്ന് വല്ലാത്തൊരു സ്നേഹം പൊട്ടിമുളച്ചിരിക്കുന്നു. FCRA അഥവാ വിദേശ ഫണ്ട് നിയന്ത്രണ നിയമത്തിൽ ഇന്ത്യ കൊണ്ടുവരുന്ന പുതിയ ഭേദഗതികൾക്കെതിരെ അമേരിക്കൻ കോൺഗ്രസ്മാൻ റിലി മൂറാണ് ഇപ്പോൾ വലിയ വിലാപവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പുതിയ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പള്ളികളുടെയും ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനകളുടെയും നിയന്ത്രണം പിടിച്ചെടുക്കാനാണ് ഇന്ത്യൻ സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. ഇതിങ്ങനെ തുടർന്നാൽ അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ പോലും ബാധിക്കുമത്രേ. സ്വന്തം രാജ്യത്തെ 100,000 പ്രശ്നങ്ങൾ മാറ്റിവെച്ച് ഇന്ത്യയിലെ ചില പ്രത്യേക സംഘടനകൾക്ക് വിദേശത്ത് നിന്ന് കൃത്യമായി പണം വരുന്നില്ല എന്ന് നോക്കി കണ്ണീരൊഴുക്കുന്ന അമേരിക്കൻ ജനപ്രതിനിധിയുടെ ഈ കാപട്യത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ പുച്ഛിച്ചു തള്ളിയിരിക്കുകയാണ് ഇന്ത്യ. സത്യത്തിൽ എന്താണ് ഈ അമേരിക്കൻ ജനപ്രതിനിധിയുടെയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെയും പ്രശ്നം? വിദേശത്ത് നിന്നും കോടിക്കണക്കിന് രൂപ ഫണ്ട് സ്വീകരിക്കുന്നത് നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമമാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇരവാദം മുഴക്കി സഹതാപം പിടിച്ചുപറ്റാനാണ് റിലി മൂറിനെ പോലുള്ളവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. മതസ്വാതന്ത്ര്യം അപകടത്തിലാണ്, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു എന്നൊക്കെയുള്ള സ്ഥിരം പല്ലവികൾ തന്നെയാണ് ഇവിടെയും കേൾക്കുന്നത്. പക്ഷേ അറിയാതെയാണെങ്കിലും ഈ അമേരിക്കൻ കോൺഗ്രസ്മാൻ വലിയൊരു സത്യം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ ചില മതസ്ഥാപനങ്ങളും NGO-കളും ഇക്കാലം അത്രയും പ്രവർത്തിച്ചിരുന്നത് ഇന്ത്യക്കാരുടെ പണം കൊണ്ടല്ല, മറിച്ച് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒഴുകിയെത്തിയ വിദേശ ഫണ്ടുകൾ കൊണ്ടാണെന്ന സത്യം. തങ്ങളുടെ ഫണ്ടിങ് നിലച്ചാൽ ഇവിടെയുള്ള പല പ്രസ്ഥാനങ്ങൾക്കും നിലനിൽപ്പില്ല എന്ന വലിയൊരു കുറ്റസമ്മതം കൂടിയാണ് ഈ ഭീഷണികൾക്ക് പിന്നിലുള്ളത്. ഇന്ത്യയിലെ ഒരു ആഭ്യന്തര നിയമം എങ്ങനെയാണ് അമേരിക്കയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അമേരിക്കൻ സർക്കാരിന്റെ ഔദ്യോഗിക ഫണ്ടുകൾ ഉപയോഗിച്ചാണോ ഇവിടെയുള്ള ക്രിസ്ത്യൻ NGO-കൾ ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്നത്? ക്രിസ്ത്യൻ മതപ്രചാരണം എന്ന പേരിൽ ഇവിടെ നടന്ന മതപരിവർത്തനത്തിന് പിന്നിലും അമേരിക്കയിൽ നിന്നും ഒഴുകിയ പണം തന്നെയാണോ? ആണെങ്കിൽ അത് ഇന്ത്യയുടെ പരമാധികാരത്തിന്മേലുള്ള പച്ചയായ കടന്നുകയറ്റമാണ്. അതല്ല വിദേശത്തുള്ള സ്വകാര്യ വ്യക്തികളോ സ്ഥാപനങ്ങളോ നൽകുന്ന പണമാണെങ്കിൽ അത് നിയന്ത്രിക്കുമ്പോൾ എന്തിനാണ് ഒരു അമേരിക്കൻ ജനപ്രതിനിധി ഇത്രത്തോളം അസ്വസ്ഥനാകുന്നത്? ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അമേരിക്കയ്ക്ക് ആരാണ് അധികാരം നൽകുന്നത്? ഇനി റിലി മൂർ പറയുന്ന മറ്റൊരു പ്രധാന ആരോപണം നോക്കാം. FCRA ഭേദഗതിയിലൂടെ പള്ളികളും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും സർക്കാർ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നാണ് പ്രചാരണം. 2019 CAA വന്നപ്പോൾ ഇവിടെയുള്ള ചില മതമൗലികവാദികൾ അഴിച്ചുവിട്ട അതേ കുപ്രചാരണത്തിന്റെ തനിപ്പകർപ്പാണിത്. അന്ന് രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ പുറത്താക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഭീതി പരത്തിയതുപോലെ ഇന്ന് പള്ളികൾ പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഭയം വിതയ്ക്കാനാണ് ഇവരുടെയൊക്കെ ശ്രമം. എന്നാൽ FCRA നിയമത്തിലെ ഏത് ചട്ടം വഴിയാണ് സർക്കാരിന് ഇത് സാധിക്കുക എന്നതും സായിപ്പും ഇവിടുത്തെ ഫണ്ടിംഗ് ലോബികളും വ്യക്തമാക്കണം. വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ട് SBIയുടെ മെയിൻ ബ്രാഞ്ചിൽ വരണമെന്നും അത് മറ്റ് അക്കൗണ്ടുകളിലേക്ക് വക മാറ്റരുതെന്നും വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി സർക്കാരിനെ ബോധിപ്പിക്കണമെന്നും മാത്രമാണ് ഈ പുതിയ ഭേദഗതി അനുശാസിക്കുന്നത്. കണക്ക് കാണിക്കാൻ കഴിയാത്തവരുടെ ഫണ്ടിംഗ് ലൈസൻസ് റദ്ദാക്കും എന്നതിനപ്പുറം ആരുടെയെങ്കിലും സ്വത്തോ സ്ഥാപനമോ പിടിച്ചെടുക്കാൻ ഈ നിയമത്തിൽ യാതൊരു വകുപ്പുമില്ല. കണക്കിൽപ്പെടാത്ത വിദേശ ഫണ്ടിംഗ് തടയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയമുണ്ടല്ലോ, ആ ഭയം മാത്രമാണ് ഇത്തരം പച്ച കള്ളങ്ങളായി പുറത്തു വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല. ഇന്ത്യയിൽ വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ച് നടക്കുന്ന അട്ടിമറികളെ കുറിച്ച് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും. മുൻപ് UPA സർക്കാരിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്തും രാജ്യസുരക്ഷയെ കരുതി FCRA കർശനമാക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു. അന്ന് കൂടംകുളം ആണവ നിലയത്തിനെതിരെ നടന്ന വലിയ സമരങ്ങൾക്ക് പിന്നിൽ അമേരിക്കൻ ഫണ്ടിംഗ് ആണെന്ന് മൻമോഹൻ സിംഗ് തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അന്ന് ഈ NGO ഇക്കോസിസ്റ്റം ഉയർത്തിയ കടുത്ത സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ അന്നത്തെ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. ഇന്നും ഈ നിയമത്തെ എതിർക്കുന്നത് റിലി മൂറിനെ പോലുള്ള വിദേശികൾ മാത്രമല്ല. FCRAക്ക് ഏറ്റവും വലിയ എതിർപ്പ് നേരിടേണ്ടി വരുന്നത് രാജ്യത്തിനകത്ത് തന്നെയുള്ള ചില ഇന്ത്യ വിരുദ്ധ ശക്തികളിൽ നിന്നാണ്. വിദേശത്തു നിന്നും വരുന്ന കണക്കിൽപ്പെടാത്ത പണം ഉപയോഗിച്ച് വ്യാജ പ്രചാരണങ്ങൾ ചമയ്ക്കുന്ന വികസന പദ്ധതികൾ അട്ടിമറിക്കുന്ന സ്ലീപ്പർ സെല്ലുകളാണ് യഥാർത്ഥത്തിൽ ഈ നിയമത്തെ ഭയക്കുന്നത്. നിർഭാഗ്യവശാൽ ഫണ്ടിംഗ് നിലച്ച് ശ്വാസം മുട്ടുന്ന ഈ ശക്തികൾക്ക് വേണ്ടിയാണ് ഇന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷം പാർലമെന്റിലും പുറത്തും ശബ്ദിക്കുന്നത്. പാവപ്പെട്ടവർക്കോ ന്യൂനപക്ഷങ്ങൾക്കോ വേണ്ടിയല്ല അവരുടെ ഈ വിലാപങ്ങളെന്ന് സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ എക്സിൽ റിലി മൂർ നമ്മുടെ നാട്ടിലെ ഇവാഞ്ചലിക്കൽ ടീംസ് പറയുന്ന നുണ അതേപടി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സെന്റ് തോമസ് 1-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വന്നുവെന്നും അന്നു മുതൽ ഇന്ത്യയിൽ ക്രിസ്തുമതമുണ്ട് എന്നൊക്കെയുള്ള ചരിത്രപരമായി യാതൊരു തെളിവുകളുമില്ലാത്ത കെട്ടുകഥകൾ ആവർത്തിച്ച് തങ്ങൾക്ക് എന്തോ ഈ പ്രത്യേക അവകാശങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും സായിപ്പ് നടത്തുന്നുണ്ട് കേട്ടോ. ഇന്ത്യയെ ന്യൂനപക്ഷ അവകാശങ്ങളും മതസ്വാതന്ത്ര്യവും പഠിപ്പിക്കാൻ വരുന്ന ഈ അമേരിക്കയുടെ യോഗ്യത കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്.
ഇന്ത്യയുടെ അഭിമാനവും മുൻ രാഷ്ട്രപതിയുമായ സാക്ഷാൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മുസ്ലിം നാമമുണ്ട് എന്നതുകൊണ്ട് മാത്രം അമേരിക്കൻ വിമാനത്താവളത്തിൽ മണിക്കൂറുകളോളം അദ്ദേഹത്തെ തടഞ്ഞുവെച്ച് അപമാനിച്ച ചരിത്രമുള്ളവരാണ് ഈ അമേരിക്കക്കാർ. മതവെറിയുടെ അങ്ങേയറ്റം കാണിച്ച് ലോകത്തിന് മുന്നിൽ നാണം കെട്ട അതേ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനോ നമ്മളെ മതസ്വാതന്ത്ര്യം പഠിപ്പിക്കാനോ യാതൊരു ധാർമ്മിക അവകാശവുമില്ല. സ്വതന്ത്ര പരമാധികാര രാജ്യമായ ഇന്ത്യക്ക് തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ വരുന്ന ഫണ്ടുകളുടെ ഉറവിടം അന്വേഷിക്കാൻ പൂർണ്ണ അധികാരമുണ്ട്. അതിൽ അമേരിക്കയുടെയോ മറ്റൊരു വിദേശ രാജ്യത്തിന്റെയോ സർട്ടിഫിക്കറ്റ് ഇന്ത്യക്ക് ആവശ്യമില്ല. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. വിദേശ ഫണ്ടുകളുടെ വിനിയോഗത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും ഉത്തരവാദിത്തം ഉറപ്പാക്കാനും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം ഉപയോഗിക്കുന്നത് തടയാനുമാണ് ഈ ഭേദഗതി. പാവപ്പെട്ടവരെ സഹായിക്കാനും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമാണ് വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരുന്നതെങ്കിൽ എന്തിനാണ് ഇവർ കണക്കുകൾ കാണിക്കാൻ ഭയക്കുന്നത്? ഒരു സാധാരണ പൗരൻ തന്റെ വരുമാനത്തിന് കൃത്യമായി നികുതി അടയ്ക്കുകയും കണക്ക് കാണിക്കുകയും ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന NGOകൾക്ക് മാത്രം എന്തിനാണ് പ്രത്യേക ഇളവ്? എന്താണ് അവരുടെ പ്രത്യേകത? ചാരിറ്റിയുടെ മറവിൽ ഇന്ത്യയുടെ വികസനം തടസ്സപ്പെടുത്താനും രാജ്യത്തിന്റെ സ്വാഭാവികമായ പുരോഗതിയെ അട്ടിമറിക്കാനും പണമൊഴുക്കുന്ന പൈപ്പ് ലൈൻ എന്നേക്കുമായി അടച്ചുപൂട്ടുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. പൗരന്മാരുടെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ പരമാധികാരത്തിനും മുകളിലല്ല ഒരു NGOയുടെയും സന്നദ്ധ പ്രവർത്തനത്തിന്റെയും വിദേശ ഫണ്ടിങ്ങും. രാജ്യത്തെ നിയമം പാലിക്കാൻ തയ്യാറല്ലാത്തവർക്ക് വിദേശ ഫണ്ടും വാങ്ങി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന അസന്നിഗ്ധമായ സന്ദേശമാണ് മോദി സർക്കാർ നൽകുന്നത്. അമേരിക്കൻ കോൺഗ്രസ്മാന്റെ ഭീഷണികൾക്കും ഇവിടുത്തെ ദേശവിരുദ്ധ ഇക്കോസിസ്റ്റത്തിന്റെ കരച്ചിലുകൾക്കും മുന്നിൽ ഇന്ത്യയുടെ പരമാധികാരം അടിയറവ് വയ്ക്കില്ല എന്ന് ഈ നിയമം അടിവരയിട്ട് തന്നെ ഉറപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.